ഇതുവരെ എത്ര സ്ഥാനാർത്ഥികളെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്? പൊളിറ്റീഷ്യൻ എന്ന രീതിയിലും എലക്ഷൻ എന്ന രീതി രണ്ട് കോണ്ടെക്സ്റ്റിലും 2375 പേരെയാണ് മൊത്തം ട്രെയിനിങ് കൊടുത്ത 5 വർഷമായിട്ട്. ശരിക്കും ഒരു സ്ഥാനാർത്ഥി അയാൾ എന്താ സംസാരിക്കേണ്ടത്? സ്ഥാനാർത്ഥി ഒരിക്കലും സംസാരിക്കേണ്ടത് സ്വന്തം കാര്യത്തെക്കുറിച്ചല്ല. എനിക്ക് വോട്ട് ഇന്ന് അഭ്യർത്ഥിക്കേണ്ട സാഹചര്യം ഇല്ല. ഒരു സ്ഥാനാർത്ഥിയുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം? സ്ഥാനാർത്ഥിയുടെ ബോഡി ലാംഗ്വേജ് പണ്ട് ലീനായിട്ട് അല്ലെങ്കിൽ വളഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വളഞ്ഞ് അങ്ങനെയൊക്കെ വളരെ അമിത വിനിയോഗം കാണിച്ചിരുന്ന ആളുകളാണ്. ഇന്ന് വളരെ ബോൾഡായിട്ട് എന്താ പറയുക, നിവർന്ന് നിന്ന് നട്ടിൽ നിവർത്തി നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ എന്നെ ജയിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായി കോൺഫിഡൻറ്റോടെ സംസാരിക്കുന്ന രീതിയിലേക്ക് മാറി. ഇപ്പോൾ എല്ലാ നേതാക്കന്മാർക്കും PR വർക്ക് ഉണ്ടോ? ഒരു നേതാക്കന്മാർക്കും PR വർക്ക് ഉണ്ട്. ആണോ? അതിനൊരു ക്യാപ്ഷൻ ഇട്ട് കൃത്യമായിട്ട് PR വർക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിനും CPM BJP എല്ലാ നേതാക്കന്മാരും നടത്തുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണം മാറുമോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിന് മാറ്റത്തിന് വളരെയധികം സാധ്യതയുണ്ട്. ഞാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ നിൽക്കാൻ തീരുമാനിക്കണം. എങ്ങനെ സെറ്റാക്കാം? അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കാതിരിക്കുക ആണ് നല്ലതെന്ന് പറയുള്ളൂ. കാരണം വിജയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? ഒരു സ്ഥാനാർത്ഥി എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം, ആരോടൊക്കെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാളുണ്ട്. അവനീഷ്, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. എൻ്റെ പേര് അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര. ഞാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് സ്ഥാനാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്താണ് ആ ട്രെയിനിങ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മുമ്പ് നമുക്ക് സഹതാപം നേടി വോട്ട് പിടിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ കണ്ടായിരുന്നത്. ഓക്കെ. ഇന്ന് സഹതാപത്തിൻ്റെ കാര്യം മാറി. കാരണം ഇന്ന് മീഡിയ പല രീതിയിൽ ഡെവലപ്പ് ചെയ്തു. പണ്ട് പ്രിന്റ് മീഡിയ മാത്രമേ ഉണ്ടായുള്ളൂ. അതിനുശേഷം ടെലിവിഷൻ വന്നു. ഇപ്പോൾ റേഡിയോ, പല രീതികളിലുള്ള റേഡിയോ വന്നു, സോഷ്യൽ മീഡിയ വന്നു. അപ്പോൾ ഇന്ന് ആളുകൾ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഇന്നതാ സ്ഥാനാർത്ഥി വരുന്നത്, ഇന്നാൾ വന്നാൽ ജയിക്കുന്നത് എന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ വോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പേ കൂട്ടി കൃത്യമായി സർവീസ് കൊടുത്ത് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഇന്ന് ജയിക്കുകയുള്ളൂ. അല്ലാത്തവർക്കൊന്നും സാധ്യതയില്ല. അപ്പോൾ ആ സാധ്യതകളെ കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ അപ്പിയറൻസ് കൊടുക്കേണ്ടത്, നമ്മുടെ പോസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കണം, നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കണം, എന്താണ് സംസാരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്താൽ ആ വോട്ട് നമ്മൾക്ക് നിന്ന് വിട്ടുപോകത്തില്ല. ഓക്കെ. ശരിക്കും ഒരു സ്ഥാനാർത്ഥി അയാൾ എന്താ സംസാരിക്കേണ്ടത്? സ്ഥാനാർത്ഥി ഒരിക്കലും സംസാരിക്കേണ്ടത് സ്വന്തം കാര്യത്തെക്കുറിച്ചല്ല. എനിക്ക് വോട്ട് ഇന്ന് അഭ്യർത്ഥിക്കേണ്ട സാഹചര്യം ഇല്ല. സ്ഥാനാർത്ഥി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ശ്രമങ്ങൾ നടത്തിയാൽ ഉറപ്പായിട്ട് ആ വോട്ട് നമുക്ക് വരും. പണ്ടൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത് എന്നെക്കുറിച്ചാണ്. ഞാൻ എന്നെക്കുറിച്ച് സംസാരിക്കുന്ന കാലഘട്ടം മാറി. ഇന്ന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അവരെക്കുറിച്ച് കേൾക്കാനും അവർക്ക് സജഷൻസ് കൊടുക്കാനും ശ്രമിക്കുക എന്ന് തന്നെയാണ് ഇന്നത്തെ രീതി. ഇത്തവണ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്ലേ, കൂടുതലും യുവാക്കളാണ് സ്ഥാനാർത്ഥികളായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ ഇത് സൈക്കോളജി ഉണ്ടോ? തീർച്ചയായും. പണ്ടത്തെ അപേക്ഷിച്ച് പ്രായമായ ആൾക്കാർ വരുന്നിടത്ത് ഇന്ന് പ്രായമായ ആൾക്കാർ സഹതാപ തരംഗങ്ങളെല്ലാം മാറി. ഇന്ന് പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇന്ന് ഇലക്ഷൻ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് യുവാക്കൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയാം. അവർക്ക് ജനങ്ങളുടെ മനസ്സ് റീഡ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അവർ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണോ ഈ ഒരു കാൻഡിഡേറ്റ്ഷിപ്പ് അട്രാക്ട് ചെയ്യേണ്ടത് ഇതെല്ലാം അവർ പഠിക്കുന്നുണ്ട്. ഇന്ന് യുവാക്കൾ കടന്നു വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് യുവാക്കളെ നിർത്തുമ്പോൾ ഇന്ന് ജയിക്കാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അധികം പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറില്ല. പക്ഷേ നിയമസഭയിലും ലോകസഭയിലൊക്കെ ഇലക്ഷൻ സമയത്ത് കുറേ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. ഈ പ്രസംഗം തദ്ദേശത്തിന് വേണ്ടേ? പ്രസംഗം ആക്ച്വലി ഇല്ലെങ്കിലും നമ്മളുടെ ചെറിയ ചെറിയ മെസ്സേജുകൾ ആളുകൾ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഓക്കെ. നമ്മൾ വലിയൊരു ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാളും നിരന്തരമായി ചെറിയ ചെറിയ ഗിഫ്റ്റ് കിട്ടുന്നതിന് പ്രാമുഖ്യമുണ്ടെന്ന് പറയുന്ന പോലെ ജനങ്ങളുമായിട്ടൊരു ഫിസിക്കൽ സൈക്കോളജിക്കൽ പ്രോക്സിമിറ്റി ഉണ്ടെങ്കിൽ അതുപോലെ സ്പിരിച്വലായ കോണ്ടൻറ്റും കൂടിയുണ്ട്. ആ ഒരു ലെവൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മളോടൊരു അട്രാക്ഷൻ തോന്നും. ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ നമുക്ക് നമ്മളെ ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർക്ക് നമ്മൾ വിട്ടുപിരിയാൻ പറ്റത്തില്ല. മറ്റേത് കാൻഡിഡേറ്റ് വന്നാൽ പോലും പ്രയോറിറ്റി ഇവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ ഡെയിലി വാട്സപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പറഞ്ഞ ഒരു ചെറിയ ക്ലിപ്പ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അവർ മനഃപൂർവ്വം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ PR ടീം പറഞ്ഞു കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ സാറിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതാണോ? ഓക്കെ, അത് രണ്ടു മുതൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ. കഴിഞ്ഞ ദിവസം ഒരു സ്ഥാനാർത്ഥികളുടെ വീഡിയോ ഷൂട്ട് എടുത്ത സമയത്ത് ആ സ്ഥാനാർത്ഥി പറഞ്ഞൊരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞ കാര്യമാണ്, ഞാനൊരു സാധാരണ
കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. സാധാരണക്കാരുടെ പ്രശ്നം എനിക്കറിയാം. സാധാരണക്കാരൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും അവസാനം ഒരു ലൈൻ അവർ പറഞ്ഞു. പക്ഷെ ആ ലൈൻ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കുറേ കൂടി ഒരു റീച്ചായി എന്നുള്ളതാണ്. അപ്പോൾ അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. രണ്ടാമത് വരുന്നത് വെച്ചാൽ PR ടീം ഇന്ന് കേരളത്തിൽ പല കാര്യങ്ങളും PR ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചാൽ അവർ ആ പേയ്മെൻറ്റ് കൊടുത്ത് PR ടീമിനെ കൊണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം? സ്ഥാനാർത്ഥിയുടെ ബോഡി ലാംഗ്വേജ് പണ്ട് ലീനായിട്ട് അല്ലെങ്കിൽ വളഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വളഞ്ഞ് അങ്ങനെയൊക്കെ വളരെ അമിത വിനയമൊക്കെ കാണിച്ചിരുന്ന ആളുകളാണ്. ഇന്ന് വളരെ ബോൾഡായിട്ട് എന്താ പറയുക, നിവർന്ന് നിന്ന് നട്ടിൽ നിവർത്തി നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ എന്നെ ജയിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായി കോൺഫിഡൻറ്റോടെ സംസാരിക്കുന്ന രീതിയിലേക്ക് മാറി. പണ്ട് യാചിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് അഭിമാനപൂർവ്വം കാര്യം അവതരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അത്തരം ആളുകളെയാണ് ഇന്ന് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. പണ്ട് സഹതാപത്തിന് തൊട്ടടുത്തുള്ള ആൾ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആൾ എന്നെനിക്ക് അപ്രതി. ഇന്ന് എനിക്ക് നാടിന് എന്ത് നന്മ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യാൻ പറ്റും അതിനൊരു കപ്പാസിറ്റി ഉള്ള ആൾക്കാർ മതി. കാരണം റോഡുകളൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. പണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് ഒരു 80% ആളുകളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകളായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് റോഡിൽ സഞ്ചരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അവർ റിയലൈസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മതി എന്നതിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ എത്ര സ്ഥാനാർത്ഥികളെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്? പൊളിറ്റീഷ്യൻ എന്ന രീതിയിലും എലക്ഷൻ എന്ന രീതി, രണ്ട് കോണ്ടെക്സ്റ്റിലും സംഘടനാ രംഗത്തും അതുപോലെ തന്നെ എലക്ഷൻ എന്ന രീതിയിൽ രണ്ട് രീതിയിലും ട്രെയിനിങ് കൊടുത്ത് 2375 പേരെയാണ് മൊത്തം ട്രെയിനിങ് കൊടുത്ത് 5 വർഷമായിട്ട്. ഡെയിലി ക്ലാസ്സിന് വരുമോ അതോ ഓൺലൈൻ ക്ലാസ് ആണോ? ഡെയിലി ക്ലാസ് ഇല്ല. കാരണം ഡെയിലി ക്ലാസ് കൊടുക്കണമെങ്കിൽ എനിക്ക് അതിനകത്ത് ചിലവ് വരും. എൻ്റെ പ്രൊഫഷൻ മാറ്റി വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അതിന് ഫീസ് വാങ്ങേണ്ടി വരും. ഇതെനിക്ക് ഞാൻ ഓൾറെഡി മറ്റു ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. എസ് എന്ന കമ്പനിക്ക് വേണ്ടി വാട്ടർ റൈറ്റ് ഫോർ അങ്ങനെ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി സൂം അവൈലബിൾ ആണ്. അപ്പോൾ ചൊവ്വാഴ്ചകളിലാണ്, ആ മാസത്തിലൊരിക്കൽ ചൊവ്വാഴ്ചയാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ശരിക്കും എങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക? സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് പാർട്ടി കണ്ടെത്തുന്നത് ആക്ച്വലി ആ ജനങ്ങളുടെ പൾസ് അറിഞ്ഞത് വേണം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ. സർവേ മെത്തേഡാണ് ഏറ്റവും നല്ലത്. സർവേ മെത്തേഡ് കൊടുക്കുമ്പോൾ ആ സ്ഥാനാർത്ഥികളെ താല്പര്യമുള്ള പബ്ലിക്കിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളുടെ ഡാറ്റ പാർട്ടികൾക്ക് കിട്ടും. ആ ഡാറ്റ വെച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്യേണ്ടത്. ചില സ്ഥലത്ത് പൊളിറ്റിക്കൽ നേതാക്കന്മാരുടെ താല്പര്യം അനുസരിച്ചും സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥികളെ ഡിക്ലെയർ ചെയ്യുമ്പോൾ താല്പര്യം അനുസരിച്ച് സ്വജനപക്ഷപാതത്തോടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും. പക്ഷേ സർവേ മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് ആ പബ്ലിക് പൾസ് അറിയാൻ പറ്റും. ആ പൾസ് അറിഞ്ഞിട്ട് ആ വാർഡിൽ നിൽക്കുന്ന പ്രാദേശിക നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരുടെ താല്പര്യം കൂടി പരിഗണിച്ച് സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത നമുക്ക് കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ ബീഹാർ ഇലക്ഷൻ്റെ സമയത്ത് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബംഗാളിൽ കേൾക്കുന്നുണ്ട്, തമിഴ്നാട്ടിലൊക്കെ കേൾക്കുന്നുണ്ട്. ചില പാർട്ടിക്കാർ പദയാത്ര നടത്തുക. പദയാത്ര നടത്തി കഴിഞ്ഞാൽ ഒരു പാർട്ടി ജയിക്കുമോ? പദയാത്ര നടത്തിക്കൊണ്ട് പാർട്ടി ജയിക്കില്ല. പദയാത്ര നടത്തുന്നത് ഓളം ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. ആ ഒരു അറ്റൻഷൻ എടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ അറ്റൻഷൻ എടുക്കുന്നത് മാത്രമല്ല, റൂട്ട് ലെവലിൽ ക്യാൻവാസ് ചെയ്യാൻ, നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ, റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ മാത്രമേ ജയിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാ നേതാക്കന്മാർക്കും PR വർക്ക് ഉണ്ടോ? ഒരു നേതാക്കന്മാർക്കും PR വർക്ക് ഉണ്ട്. ആണോ? അതിനൊരു ക്യാപ്ഷൻ ഇട്ട് കൃത്യമായിട്ട് PR വർക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിനും CPM BJPയും എല്ലാ നേതാക്കന്മാരും നടത്തുന്നുണ്ട്. ഓക്കെ, അല്ല, ഒരു സംശയം, ചില നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റുമോ ഇത് ആരോ എഴുതി കൊടുത്തത് കൃത്യമായിട്ട് വന്നിട്ട് കട്ടിങ്ങിന് വേണ്ടി ഇയാൾ പറയുകയാണ് അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടി പറയുകയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. എനിക്ക് എങ്ങനെയല്ല അത് മനസ്സിലാവും. കാരണം ആ സെൻറ്റൻസ് പറയുന്നതിൽ അവർ ഫ്ലോയിൽ വരുന്ന സെൻറ്റൻസുകളാണെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ PR പറഞ്ഞു കൊടുത്ത് ഉള്ളിൽ കൂടെ വരുത്താൻ പറ്റുന്ന നേതാക്കന്മാരും ഉണ്ട്. അല്ലാത്തവർ നേരെ എഴുതി വായിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അത് മനസ്സിൽ ഓർത്ത് പറയുന്നുണ്ട്. ഓർത്ത് പറയുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് പോകുന്ന ഒരു ചെരിവുണ്ട്. ആ ചെരിവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ആലോചിച്ചിട്ട് അതിൽ നിന്ന് വരുന്നതാണ്. മറ്റേത് ഫ്ലോ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. PR ഒരാളെ സ്റ്റാറാക്കാൻ പറ്റുമോ? ഒരു പൊളിറ്റീഷ്യനെ സ്റ്റാറാക്കാൻ പറ്റുമോ? PR ഒരാളെ സ്റ്റാറാക്കാൻ പറ്റും. പക്ഷേ ഈ PR സ്റ്റാറാക്കുമ്പോൾ തന്നെ ഈ ആളുടെ ഇൻസൈഡിൽ ഉള്ളിലേക്ക് ഇത് കടന്നു പോയില്ലെങ്കിൽ അതൊരിക്കലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. അതായത് ഉള്ളിൽ നിന്ന് വരുന്നതിനാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ PR വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു പുറംമോടി പോലെ വർക്ക് ചെയ്യാതെ ഇതിൻ്റെ എസൻസ് ഉൾക്കൊണ്ട് ഉള്ളിൽ നിന്ന് വരുത്താൻ ശ്രമിച്ചാൽ, ചില PR വർക്ക് എഴുതി കൊടുക്കാൻ കണ്ടൻസ് നമുക്ക് ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് ചില വാക്കുകൾ എനിക്ക് ഓക്കെ ആവില്ല. അപ്പോൾ എൻ്റേതായ ഭാഷയിൽ വരുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ട് അതിനൊരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ നാച്ചുറാലിറ്റി വന്നു കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് തറഞ്ഞു കയറും. ഇപ്പോൾ 2300-ലധികം ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെയാണ് പഠിപ്പിക്കുക? ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സ്ഥാനാർത്ഥിയായി ഇറങ്ങാൻ പറ്റുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കാതെ നാട്ടിൽ അവരുടെ ആവശ്യങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, അവർക്ക് കൊടുക്കുന്ന സർവീസിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക.
ഈ വോട്ടറും ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ കോർപ്പറേഷൻ അല്ലെങ്കിൽ നിയമസഭ ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസുകളുമായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ തന്നെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കണക്ടിവിറ്റി ഉണ്ടാവും. 2, നമ്മൾ ഏത് രീതിയിലാണ് ഇവരോട് അപ്രോച്ച് ചെയ്യുന്നത്, ജെന്യൂനായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. 3-ാമത്തെ കാര്യം ഒരു വസ്ത്രധാരണം എങ്ങനെ. പണ്ട് കീറിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട രാഷ്ട്രീയക്കാരാണ്, ഇന്ന് അതൊന്നും ഇല്ല. ഇന്ന് വെൽ ഡ്രസ്ഡ് താരപരിവേഷം ഉണ്ടോ അതിലേ കാര്യമുള്ളൂ. അതുപോലെ തന്നെ മീഡിയ പ്രസൻസ് ഉണ്ടാക്കാൻ എങ്ങനെ പറ്റും. ഈ മീഡിയ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ രജിസ്റ്റേർഡ് മീഡിയകളായിരിക്കാം, ഓൺലൈൻ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെലിവിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആകാം. എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രസൻസ് എങ്ങനെ അറിയിക്കാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾ വഴി അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് സ്വന്തം പോസ്റ്റ് ഇന്ന ആൾ പ്രസംഗിക്കുന്നത്, അത് ആളുകൾക്ക് താല്പര്യമില്ല മറ്റൊരാൾ ഇടുന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിനുള്ള ഒരു ടീമിനെ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് വരുന്നുണ്ടോ, നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, നമ്മളുടെ കണ്ടൻറ്റ്സ് ഏത് കണ്ടൻറ്റാണ് ആൾക്കാർ ഷെയർ ചെയ്ത് പോകണേ, ഏത് കണ്ടൻറ്റ് ഷെയർ ചെയ്ത് പോകാത്ത, ആ ഷെയർ ചെയ്ത് പോകുന്ന കണ്ടൻറ്റ് സൈക്കോളജി എന്നാണ്, അതിനകത്ത് അപ്പിയറൻസ് എന്താണ്, ഇത്ര അപ്പിയറൻസ് ഉള്ളത് മാത്രം നമ്മൾ ഷെയർ ചെയ്യാൻ പഠിക്കുക. അതുപോലെ നമ്മൾ എഴുതുന്ന ക്യാമറയുടെ ക്വാളിറ്റി എന്നാണ്. നമ്മൾ ചില സംഭവത്തിന് ചില ലെസിനെസ് വേണ്ടി, ഇഗ്നോറൻസ് വേണ്ടി, ചിലത് കോൺഷ്യസ്നെസ് വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് എവിടെ എന്ത് ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി ചെയ്യാൻ പഠിപ്പിക്കും. ഇപ്പോൾ വിജയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മമതാ ബാനർജി ജയിപ്പിച്ച, സ്റ്റാലിനെ ജയിപ്പിച്ച പ്രശാന്ത് കിഷോറായിരുന്നു റോൾ മോഡൽ. പ്രശാന്ത് കിഷോറും റോൾ മോഡലല്ല. പ്രശാന്ത് കിഷോറിനെ പോലെ ആളുകൾക്ക് ഇത്ര സോഴ്സ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കി. പക്ഷേ പ്രശാന്ത് കിഷോർ വൻ പരാജയമായി മാറി. ഇപ്പോൾ ബീഹാറോട് വൻ പരാജയമായി മാറി. എന്താ പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്, പ്രസംഗത്തെക്കുറിച്ച് മുമ്പ് പഠിക്കുമ്പോൾ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളെ ഓർത്തിരിക്കും, നമ്മൾ പറഞ്ഞ കാര്യം ഓർത്തിരിക്കും, നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യും. ഈ 3 ക്വാളിറ്റിയുമുള്ള ട്രെയിനേഴ്സാണ് മറ്റുള്ളവരെ നന്നായി ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നെ ഓർത്തിരിക്കുന്നു, ഞാൻ ഓർത്തിരിക്കുന്ന ടൈപ്പ് ട്രെയിനിങ്ങുകൾ ഒരിക്കലും സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഉപകരിക്കില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ ചെയ്യാൻ വരുന്ന കപ്പാസിറ്റിയുള്ള ആളുകളാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെങ്കിൽ അവരത് ചെയ്യുകയും അവർ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ട്രെയിനറെ സംബന്ധിച്ചോളം, ഒരു മെൻറ്ററെ സംബന്ധിച്ചോളം, ആ മെൻറ്ററുടെ കപ്പാസിറ്റി ഇരിക്കുന്നത് ആ ആളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള കപ്പാസിറ്റി പ്രശാന്ത് കിഷോറിന് ഇല്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രൂവ് ചെയ്ത്. സോഷ്യൽ മീഡിയ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? സോഷ്യൽ മീഡിയ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ വ്യക്തി ടു വ്യക്തി എന്ന രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കുന്നത്. ഇന്ന് ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ വാട്സപ്പ്, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെയാണ്. ആ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കരമായിട്ട് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് പോലെ തന്നെ അത് എഫക്റ്റ് ഉണ്ട്. കാരണം റെഗുലറായിട്ട് ചെയ്തു വരുമ്പോൾ അത് ഭംഗിയായിട്ട് ആളെ അതിലേക്ക് ട്രാപ്പ് പോലെ തന്നെ വരുന്നുണ്ട്. 2019 എത്ര ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്? 2019 വർക്ക് ചെയ്ത് കേരളത്തിലെ പാർലമെൻറ്റിൽ മൊത്തത്തിലൊരു പാർട്ടി സംവിധാനത്തിൽ ഏൽപ്പിച്ചതാണ്. അത് ആ രീതിയിൽ പോയിരുന്നു. പിന്നീടാണത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ട്രെയിനിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഒന്ന്, വിജയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? വിജയ് കുറേ കൂടി ഓർഗനൈസ് ആയി കഴിഞ്ഞാൽ രാഷ്ട്രീയ ഭാവി നന്നായിട്ടുണ്ട്. കാരണം ടെക്നിക്കലി അത് സിസ്റ്റമാറ്റിക് ഡെവലപ്പ് ചെയ്യണം. അതിനകത്ത് വരുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ച് വൈകാരികമായിട്ട് വരുന്ന കാര്യമാണ്. തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് പ്രത്യേകിച്ച് വൈകാരികമാണ്. അവിടെ കൃത്യമായി സിസ്റ്റം ഇല്ലെങ്കിൽ മുമ്പുണ്ടായ ദുരന്തങ്ങൾ പോലുള്ള കാര്യങ്ങളുണ്ടാകും. കാരണം ആളുകൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആവും. അവിടെ പറയുന്ന കാര്യങ്ങൾ പെനട്രേറ്റ് ചെയ്യപ്പെടുന്ന കപ്പാസിറ്റി അനുസരിച്ച് വിജയ്ക്ക് രാഷ്ട്രീയ ഭാവിയുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി പോളിഷ് ചെയ്യാനുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണം മാറുമോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിന് മാറ്റത്തിന് വളരെയധികം സാധ്യതയുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു പ്രൈമറി സർവേ കഴിഞ്ഞു. സെക്കൻഡ് സർവേ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ജനുവരിയിൽ സെക്കൻഡ് ലെവൽ നടക്കുന്നുണ്ട്. ആ ലെവലിൽ കഴിഞ്ഞാൽ അത് താഴേക്കാണോ മുകളിലോട്ടാണോ എന്ന് ഒരു ആവറേജ് മാറ്റി പറയാൻ പറ്റും. കേരളത്തിലൊരു 3ാം കക്ഷി എത്ര സീറ്റ് കിട്ടും? അവർക്ക് സീറ്റുകൾക്ക് ചില സാധ്യതകൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് ആ സീറ്റിലേക്ക് അടുക്കുന്ന സാഹചര്യം വരുന്നുള്ളൂ. ഓക്കെ, എന്താ ഭരണ തുടർച്ച ഉണ്ടാവില്ലെന്ന് പറയാൻ കാരണം? ആൻറ്റി ഇൻകംബറൻസി ഫാക്ടേഴ്സും ഉണ്ട്. മുമ്പ് 2000 തൊട്ട് മുമ്പത്തെ ഇലക്ഷന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മുതൽ 7% വോട്ടുകളാണ് കേരളത്തിലെ ഭരണം തുടർച്ചയ്ക്ക് ഗുണകരമായത്. 4 മുതൽ 7% വോട്ടുകളാണ് ഓരോ മണ്ഡലത്തിലെയും നിയമസഭ വിജയത്തെ സ്വാധീനിച്ചെങ്കിൽ അതിനൊരു കാരണം കൂടിയുണ്ട്. ആ സമയത്ത് കിറ്റ് കൊടുത്തിരുന്നു.
ടിക്കറ്റ് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ എടുക്കാനാകുമ്പോൾ അല്ലെങ്കിൽ കാണുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുന്ന രീതികൾ, അത് പല രീതികൾ പല പേരുകളിലാണ് വരുന്നത്. അതവരെ സ്വാധീനിക്കുന്നുണ്ടോ? വോട്ടിനെ സ്വാധീനിക്കുന്നുണ്ട്. അത് ഒരു ലെസ് ദാൻ ഒരു 7% ആളുകളെ, അത് സാധാരണക്കാരാണ്, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ്. ഒരു 15% ആൾക്കാർ നിഷ്പക്ഷരാണ്. ഈ നിഷ്പക്ഷർ ചിന്തിക്കുന്നത് വെച്ചാൽ ഇവിടെ വികസനം നടക്കുന്നുണ്ടോ, ഇവിടെ ഒരു സമാധാന അന്തരീക്ഷമുണ്ടോ, ഒരു പഠിക്കാനും ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടോ, ബിസിനസ്സിന് സാഹചര്യങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് ഒരു 15% ആളുകൾ ചിന്തിക്കുന്നത്. ഇതൊക്കെ ഓരോ പെർസെൻറ്റേജായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തോറ്റു കഴിഞ്ഞാൽ വോട്ടിംഗ് മെഷീനെ പഴിയായിരുന്നത്. വോട്ടിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണ്. വോട്ടിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അത് പറയാൻ ഞാൻ ടെക്നീഷ്യൻ അല്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഞാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് നിൽക്കാൻ തീരുമാനിക്കുകയാണ്. എങ്ങനെ സെറ്റാക്കാം? അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കാതിരിക്കുക ആണ് നല്ലതെന്ന് പറയുള്ളൂ. കാരണം 5 വർഷം മുമ്പ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ 5 വർഷം മുമ്പേ തുടങ്ങണമായിരുന്നു. ഓക്കെ. കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിചയം ഉണ്ടാവത്തില്ല. ഒരു ട്രെയിനർ പറഞ്ഞു തരുന്നതുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കില്ല. അതിനു മുമ്പ് ഒരു റിഹേഴ്സൽ നടത്തണം. അപ്പം നിങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ 2026 മെയ്യിൽ ഇലക്ഷൻ വരുന്നത്, 2031 ഇലക്ഷന് തയ്യാറെടുക്കുകയാണെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. 2031 ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? 2031 ഇലക്ഷന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഏത് മണ്ഡലമാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയോടൊപ്പം ഇറങ്ങുക എന്നാണ് ആദ്യം ചെയ്യാനുള്ളത്. ആ സ്ഥാനാർത്ഥിയോടൊപ്പം ഇറങ്ങുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള മുഴുവൻ സർവീസുകളുടെയും കൂടെ നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിഹേഴ്സൽ നമുക്ക് അവിടെ കിട്ടും. അല്ലെങ്കിൽ അവിടെ ഇറങ്ങാൻ പറ്റുന്ന മറ്റൊരു മണ്ഡലത്തിൽ ഇറങ്ങി നമ്മൾ ആദ്യം തന്നെ ആ മണ്ഡലത്തെ പഠിക്കാൻ കിട്ടുന്ന ആ ഇലക്ഷൻ സമയത്ത് മണ്ഡലത്തെ പഠിക്കുക എന്നാണ് സുരേഷ് ഗോപി ചെയ്തത്. നമുക്കറിയാം, ഒരു ടൈം അവിടെ ചെന്ന് മത്സരിച്ച് തോറ്റു. പക്ഷേ 5 വർഷം ആ മണ്ഡലത്തിൽ നിന്ന് മണ്ഡലത്തെ പഠിച്ച് അവിടെ ആളുകൾക്ക് കൊണ്ട് സർവീസ് കൊടുത്ത് പിറ്റേ ടൈമിൽ ജയിച്ചു. അപ്പോൾ 5 വർഷം മുമ്പ് ഇറങ്ങിയാലാണ് ശരിക്കും ജയിക്കാൻ പറ്റുള്ളൂ. മിനിമം 1 വർഷമെങ്കിലും ഇറങ്ങിയ ആളെ നമുക്ക് ജയിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പലത്തെ ഇലക്ഷൻ ഇറങ്ങി റിഹേഴ്സൽ നടത്തി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ 10, 15, 20 വർഷമായിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് തോക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ട്. അവർ പഠിക്കുന്നില്ല. അവർ നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഷെയ്ൻ വോൺ പറഞ്ഞ റിട്ടയർ ആയപ്പോൾ, തെറ്റ് സംഭവിക്കുന്നതിനല്ല, സംഭവിക്കുന്ന തെറ്റ് തിരുത്താനുള്ള സച്ചിൻ്റെ മനോഭാവമാണ്, അതിനുള്ള റിഹേഴ്സലാണ് സച്ചിനെ ലോകത്തെ 1-ാം നമ്പർ ബാറ്റ്സ്മാൻ ആക്കിയെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റ് മനസ്സിലാക്കി എവിടെയാണോ നമ്മൾ ഇൻവോൾവ് ആവേണ്ടത്, ആരോടാണ് നമുക്ക് പിടിക്കാൻ പറ്റുന്നത്. ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു 7 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ആളെ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് അറിയാൻ പറ്റും. അത് കണ്ണിൽ നോക്കി സംസാരിക്കണം. ഈ ഒരു ട്രയാങ്കിൾ മനസ്സിലാക്കി അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ 2031 ഇലക്ഷന് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അടുത്ത 5 വർഷം ഞാൻ ചാനൽ ചർച്ചയിൽ പോയിരുന്നാൽ എനിക്കത് ഗുണമാവുമോ ആവശ്യമാവും? ചാനൽ ചർച്ചയിൽ പോയിരുന്നാൽ ഗുണമാകുമെന്ന് വെച്ചാൽ അതിന് ചാനൽ ചർച്ചയ്ക്ക് പറ്റിയൊരു മുഖമാണോ നമ്മൾ ചിന്തിക്കണം. നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഈ പേഴ്സണാലിറ്റി ചിലർക്ക് ചാനൽ ചർച്ചയായിരിക്കും, ചിലർക്ക് വ്യക്തിബന്ധമായിരിക്കാം, ചിലർക്ക് പ്രസംഗങ്ങളായിരിക്കാം. നമ്മൾ അട്രാക്ട് ചെയ്യുന്ന രീതി അതാണ്. ചിലർക്ക് മാസിനെയാണ് അട്രാക്ട് ചെയ്യാൻ കഴിയുന്നത്, ചിലർക്ക് വ്യക്തിബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി പഠിക്കണം. ആ പേഴ്സണാലിറ്റി സ്റ്റൈൽ പഠിച്ചിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ 2031 ഗോതയിൽ കാണാം തീർച്ചയായും.